ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വചനം. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന പല സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു അധ്യായമാണ്. യേശു കർത്താവ് സക്കായി എന്ന് പറയുന്ന ആ മനുഷ്യനെ വ്യക്തിപരമായി രൂപാന്തരപ്പെടുത്തുന്ന സംഭവം അവിടെ കാണാൻ കഴിയും. യേശു കർത്താവ് ഒരു ഉപമ സംസാരിക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല, യേശുവിനെ പിടിക്കുവാൻ ചില ആളുകൾ ശ്രമിക്കുന്ന കാര്യവും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആദ്യത്തെ ഭാഗത്തുള്ള സക്കായിയുടെ മാനസാന്തരം അത് ലോകപ്രസിദ്ധമാണ്. സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. എന്നാൽ നാം ഈ ഭാഗം പഠിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ആത്മീക ചിന്തകൾ ലഭിക്കുവാനിടയാകും. ഒന്നാമത്തെ ആത്മീക ചിന്ത, സക്കായിയുടെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു എന്ന് യേശു അറിഞ്ഞു എന്നുള്ളതാണ്. സക്കായിക്ക് യഥാർത്ഥത്തിൽ എന്തായിരുന്നു പ്രശ്നം? പലരും മനസ്സിലാക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ യേശു സക്കായിയുടെ അടുത്തേക്ക് ചെന്നു, ഇല്ലെങ്കിൽ സക്കായിയുടെ പ്രോബ്ലം യേശു അറിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ ആളുകൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കർത്താവ് സക്കായിയുടെ പ്രശ്നം അറിഞ്ഞു എന്നുള്ളതാണ്. സക്കായിക്ക് വളർച്ചയിൽ കുറവാണ്, നീളക്കുറവാണ്. യേശുവിനെ കാണാൻ ശ്രമിച്ചു. പുരുഷാരം ഒരുപാട് നിന്നതുകൊണ്ട് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. ഇതൊന്നുമല്ല സക്കായിയുടെ യഥാർത്ഥ പ്രശ്നം. ഒന്ന്, സക്കായിയുടെ യഥാർത്ഥ പ്രശ്നം കർത്താവ് മനസ്സിലാക്കി. എന്തായിരുന്നു സക്കായിയുടെ യഥാർത്ഥ പ്രശ്നം? മറ്റുള്ളവരുടെ മുമ്പാകെ താൻ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു. അത് കർത്താവ് മനസ്സിലാക്കിയപ്പോഴാണ് കർത്താവ് പറയുന്നത്, നീ ഇറങ്ങി വരണം, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ സക്കായി ശ്രമിച്ചു എന്നാണ് നാം വായിക്കുന്നത്. യേശുവിൻ്റെ ബാഹ്യമായ ഷെയ്പ്പായിരുന്നു സക്കായി കണ്ടത്. അതായിരുന്നു സക്കായിയുടെ ആഗ്രഹം. പക്ഷേ കർത്താവ് ആരാണ് എന്നും കർത്താവിൻ്റെ സ്വഭാവം എന്താണെന്നും സക്കായി ശരിക്കും മനസ്സിലാക്കി ജീവിതത്തിൽ മുമ്പോട്ട് പോയി. മറ്റുള്ളവർ നമ്മുടെ പ്രശ്നം ഒരുപക്ഷെ മനസ്സിലാക്കിയില്ല എന്ന് വരാം. എന്നാൽ നമ്മുടെ പ്രശ്നം യഥാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ യഥാർത്ഥമായ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം നൽകുവാൻ കഴിവുള്ള ഒരു കർത്താവാണ് സക്കായിക്കുള്ളത്, നമുക്കുള്ളത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശു സക്കായിയുടെ പ്രശ്നം അറിഞ്ഞു എന്ന് മാത്രമല്ല, സക്കായിക്ക് അവന്റെ പ്രശ്നവും അറിയാനിടയായി. സക്കായി ഒരുപാട് വഞ്ചന ചെയ്തിട്ടുള്ള ആളാണ്. ചതിവായി പലരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആളാണ്. ഒരു ടാക്സ് കളക്ടർ ആയിരുന്നല്ലോ. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പേരുടെ അപ്രീതിക്ക് താൻ കാരണമായിട്ടുണ്ട്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, യേശു യഥാർത്ഥത്തിൽ തന്റെ പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ സക്കായിയുടെ പ്രശ്നവും മനസ്സിലാക്കി. സക്കായിയുടെ പ്രശ്നം സക്കായി പറയുന്നത് 8-ാമത്തെ വചനത്തിലാണ്. സക്കായി കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. സക്കായിയുടെ പ്രശ്നം സക്കായി മനസ്സിലാക്കി. ചതിവായി ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ തെറ്റുകാരനാണ്, എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. ആ കാര്യം സക്കായി തുറന്ന് സമ്മതിക്കുകയാണ്. തുറന്ന് സമ്മതിക്കുക മാത്രമല്ല, അതിന് പരിഹാരം വരുത്തുവാനും താൻ മുതിർന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത്, ലോകത്തിൻ്റെ പ്രശ്നം എന്താണ് എന്ന് കർത്താവ് അറിയുകയും അതിന് പരിഹാരം വരുത്തുകയും ചെയ്യുകയാണ്. 10-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലോകത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് കർത്താവ് മനസ്സിലാക്കി. കാണാതെ പോയ ആടുകളായിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പോയ ആളുകളായിരുന്നു. എന്നാൽ ആ കാണാതെ പോയിരുന്ന എന്നെയും നിങ്ങളെയും തേടി കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. എനിക്ക് നിങ്ങൾക്കും പ്രതിപകരമായി
കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ചു. ഞാൻ നിങ്ങൾ നരകത്തിൽ അനുഭവിക്കേണ്ട ശിക്ഷാവധികൾ മുഴുവനും കർത്താവ് സ്വയം ഏറ്റെടുത്തു, നമ്മളെ സ്വതന്ത്രരായിട്ട് വിട്ടു. എത്ര മഹാനായ കർത്താവ്, എത്ര സ്നേഹസമ്പന്നനായ കർത്താവ്! നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ഉന്നതനായിരിക്കുന്ന കർത്താവ്, നമ്മുടെയും പ്രശ്നങ്ങൾ അറിയുന്ന ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏത് വലിയ പ്രശ്നമായിരുന്നാലും, നിങ്ങളുടെ ഏത് വലിയ പ്രതികൂലങ്ങളായിരുന്നാലും അതെല്ലാം പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു ഉന്നതനായ ദൈവമുണ്ട് എന്നുള്ള കാര്യം താങ്കൾ മറക്കുവാൻ പാടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിനോട് തുറന്നു പറഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിയോണ്ട് സ്തോത്രം. ഈ ദിവസം അങ്ങേക്ക് പ്രസാദമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ സന്നിധിയുള്ള നാമത്തിൽ തന്നെ, ആമേൻ.